ജോർജ് ജോസഫ് സാർ, ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ 2 പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞു. കൊലപാതകത്തിന്റെ കാരണം ഈ പറഞ്ഞതുപോലെ അത് കേവലം ഒരു ചെറിയ സാമ്പത്തിക ഇടപാടിന്റെ പുറത്തായിരിക്കുമെന്നും ഈ ഏതാനും വളരെ കുറച്ച് സ്വർണമായിരുന്നു അവരുടെ ദേഹത്തുണ്ടായിരുന്നത്. അതിൽ തന്നെ കഴുത്തിലുണ്ടായിരുന്ന മാല മുക്കുപണ്ടമായിരുന്നു. 2 കമ്മലും പിന്നീട് 2 വളയും മാത്രമാണ് അവർക്ക് വിൽക്കാൻ കിട്ടിയത്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ അത്രയും നാൾ സഹായിയായി നിന്നിരുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട അനാഥയാണ് ഈ ശർമിള എന്നറിഞ്ഞ് ഹൃദയലിവ് കാണിച്ച അവർക്കൊപ്പം നിന്ന ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്ന സുഭദ്ര എന്ന 73-കാരിയെ ഇത്ര നിഷ്ഠൂരമായി കൊല ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം? പോലീസിനെതിരെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് പറയുന്ന ഭാഗം സാമ്പത്തിക നഷ്ടത്തിനാണ് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് ആ ഡെഡ് ബോഡി അവരുടെ കയ്യെ രണ്ടും പിന്നിൽ കെട്ടിയിരുന്നു എന്ന് പറയുന്നു. അതിന്റെ ഒരു ആവശ്യം എന്ത്? പോലീസ് ആ ഭാഗം ഇതിന്റെ മോട്ടീവ് എന്തായിരുന്നു, എന്താണ് ഉദ്ദേശം? എനിക്ക് ചില സംശയങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം കൈ രണ്ടും പിന്നി കെട്ടേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ റിബ്സ് ഇടതുവശവും വലതുവശവും ഉള്ള റിബ്സ് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ജീവനോടെ കൈ പുറകെ കെട്ടി അവരെ അടിച്ചു കമ്പി വടിക്കും മറ്റതിനൊക്കെ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒച്ചയ്ക്ക് നിലവിളിക്കും. അപ്പോൾ ഒരു അൺകോൺഷ്യസ് സ്റ്റേജ്, ഒരു ഹാഫ് സ്റ്റേജിൽ അവർ മദ്യപിക്കുകയോ ഇല്ലയോ എന്നറിയണം. സുഭദ്രയും ഇവരുടെ കൂട്ടുകൂടിയിട്ട് മദ്യപിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. രണ്ടാമത് എന്തെങ്കിലും ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ പുറകെ ഈ കെട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവരെന്തെങ്കിലും അവരുടെ ഉള്ളിലേട്ട്, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഏതോ ഒരിടത്ത് ഞാൻ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്, ഒരു വിസറ ഇവരെ 1 മാസത്തെ പഴക്കമുണ്ട് ഈ ഡെഡ് ബോഡിക്ക്. അതുകൊണ്ട് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഹൈലി ഡീകമ്പോസ്ഡ് ആകാനുള്ള സാധ്യതയും കൂടുതൽ. എന്നാലും അവരുടെ വിസറ എന്താ പറഞ്ഞാൽ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അത് കൃത്യമായിട്ട് പരിശോധിക്കണം. അതിൻ്റെ അകത്ത് ഏതെങ്കിലും വിഷാംശം ഉണ്ടോ, ഏതെങ്കിലും ജ്യൂസ് കൊടുക്കോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു നരബലിയുടെ ഭാഗമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മർദ്ദിക്കും, ഇടതും വലതും വശം അടിക്കും. അതൊക്കെയാണ് അവരുടെ ഒരു സൂക്കേട്. അപ്പം അതൊരു മന്ത്രവാദത്തിന്റെ ഒരു ശകലം ഇതുണ്ടോ എന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ പുറകെ കൈ കെട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ജീവനോടെ ഒരു 80% അടി ഏറ്റിട്ട് 90% അടി ഏറ്റിരിക്കുന്നത് അത് ജീവനുള്ള സന്ദർഭത്തിലാണ്.